നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ലോകത്തിന്റെ പല കോണുകളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് COVID-19 വൈറസ് ബാധ യൂറോപ്പിൽ എമ്പാടും അതിരൂക്ഷമായി പടരുന്നത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യ ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. ലോകാരോഗ്യ സംഘടന COVID-19 വൈറസിന്റെ ഇപ്പോഴത്തെ പ്രഭവകേന്ദ്രമായി യൂറോപ്പിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളും അതിർത്തികൾ പൂർണ്ണമായും അടയ്ക്കുന്ന നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് യൂറോപ്പ് നേരിടുന്നത്. ഇറ്റലിയിൽ 367 പേരും, സ്പെയിനിൽ 97 പേരും, ഫ്രാൻസിൽ 29 പേരും ഇന്നലെ മാത്രം മരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രയും പേർക്ക് 24 മണിക്കൂറിനുള്ളിൽ ജീവൻ നഷ്ടമായത് ഇതാദ്യമായാണെന്നാണ് പറയപ്പെടുന്നത്. കൊറോണ ബാധ രൂക്ഷമായ ഇറ്റലിയിൽ ഇതോടെ മരണം 1809 കൂടി. സ്പെയിനിൽ 288 പേരും, ഫ്രാൻസിൽ 120 പേരും ഇതുവരെ COVID-19 ബാധയിൽ. ഇംഗ്ലണ്ടിലും കോവിഡ് നാശം വിതച്ചുകൊണ്ട് മുന്നേറുകയാണ്. 14 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. ഇതോടെ ഇംഗ്ലണ്ടിലെ ആകെ മരണസംഖ്യ 35 ഉയർന്നു. 24,847 പേർക്കാണ് ഇറ്റലിയിൽ ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സ്വിറ്റ്സർലാൻഡിലെ രോഗബാധിതരുടെ എണ്ണം 3 ഇരട്ടിയായി ഉയർന്ന് 22,000 എത്തി നിൽക്കുകയാണ്. 14 ദിവസങ്ങളാണ് സ്വിറ്റ്സർലാൻഡിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇംഗ്ലണ്ടിനും അയർലൻഡിനും കൂടി യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ അമേരിക്കയും തീരുമാനിച്ചു. ഇതോടെ 28 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന് നടപടി രേഖപ്പെടുത്തുകയുണ്ടായി. 62 പേരാണ് അമേരിക്കയിൽ ഇതുവരെ മരിച്ചത്. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. പോർച്ചുഗൽ സ്പെയിനുമായുള്ള അതിർത്തിയും അടച്ചു. ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ലക്സംബർഗ് അതിർത്തികളിൽ ശക്തമായ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. ചെക്ക് റിപ്പബ്ലിക്കും പൗരന്മാരുടെ യാത്രകൾക്ക് ഇന്നലെ മുതൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ജോലിക്ക് പോകാനും ആഹാരവും മരുന്നുകളും വാങ്ങാനും അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാവൂ എന്നാണ് നിർദ്ദേശം. 5 പേരിൽ കൂടുതലുള്ള ആൾക്കൂട്ടങ്ങൾ പാടില്ലെന്ന് ഓസ്ട്രിയ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. അയർലൻഡിലെ പബ്ബുകൾ അടച്ചുപൂട്ടി. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സ്കൂളുകൾക്ക് അവധിയും നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.